ഹായ് ഹലോ നമസ്കാരം. നക്ഷത്രാസ് വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കുറച്ചൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുള്ള ഒരു ബിസിനസിനെ കുറിച്ചാണ് കേട്ടോ. അതായത് നമ്മളൊരു 4-5 വർഷമായിട്ട് ഇപ്പം ഓൺലൈൻ ബിസിനസ് രംഗത്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് ഇങ്ങനെയൊരു ബദൽ സംവിധാനം ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോയിട്ടുള്ള ഒരു കാര്യം, അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ബിസിനസ് ഐഡിയ ആണ് നിങ്ങളുമായി ഇന്ന് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ഈ ചാനലിലൂടെ പലതരത്തിലുള്ള ബിസിനസ് ഐഡിയകളെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. മുതൽ മുടക്ക് തീരെ ഇല്ലാത്ത ബിസിനസ്സുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ള വീഡിയോസും കാണാൻ സാധിക്കും. ഇതിൽ ഏതെങ്കിലും ഒരു വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം. നക്ഷത്ര നാച്ചുറൽ സ്പൈസസ് എന്ന നമ്മുടെ ഓൺലൈൻ സംരംഭത്തിൽ നിന്നും നമ്മുടെ പാഴ്സൽസ് എല്ലാം ഡെലിവറി ചെയ്യുന്നത് പോസ്റ്റ് ഓഫീസ് വഴിയാണ്. പോസ്റ്റ് ഓഫീസ് വഴി തന്നെ നമ്മൾ അയക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് കസ്റ്റമേഴ്സിന്റെ കയ്യിൽ സാധനങ്ങൾ എത്തുന്നുണ്ട്. ഡോർ ഡെലിവറി ഉണ്ട്. ഈ ഇത്രയും നാളുകൾക്കിടയ്ക്ക് 1-2 ഡാമേജുകൾ സംഭവിച്ചിട്ടുണ്ട് പാഴ്സൽസ്. പക്ഷെ അതുപോലും വീണ്ടും അതൊന്നുകൂടി പാക്ക് ചെയ്ത് നമുക്ക് തിരിച്ച് റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. ചില സമയങ്ങളിൽ മാത്രം ഒന്ന് ഡിലേ വരുന്നുണ്ട്. അതും പ്രത്യേകം ചില സ്ഥലങ്ങളിലേക്ക് അയക്കുമ്പോൾ മാത്രം. അങ്ങനെ ഒരു ഡിമെറിറ്റ് മാത്രമേ പോസ്റ്റ് ഓഫീസ് ത്രൂ അയക്കുമ്പോൾ നമുക്ക് തോന്നിയിട്ടുള്ളൂ. അതിലൊക്കെ ഉപരി ഇന്ത്യയിൽ എല്ലായിടത്തും ഒരേ ചാർജിൽ നമുക്ക് ഈ സാധനങ്ങൾ എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. എന്നാൽ ചില കസ്റ്റമേഴ്സ് നമ്മളോട് ഇങ്ങോട്ട് ആവശ്യപ്പെടാറുണ്ട്, നിങ്ങൾ മറ്റുള്ള പ്രൈവറ്റ് കൊറിയർ സർവീസുകളിൽ കൂടെ മാത്രമേ അയക്കാവൂ, TTDC വഴി അല്ലെങ്കിൽ പ്രൊഫഷണൽ കൊറിയർ സർവീസ് വഴി മാത്രമേ അയക്കാവൂ എന്ന് ഇങ്ങോട്ട് ആവശ്യപ്പെടാറുണ്ട്. ചിലപ്പോൾ അവർക്ക് പോസ്റ്റ് ഓഫീസിനെ വിശ്വാസമില്ലാത്തത് കൊണ്ടാകാം. അത് മുൻകാലങ്ങളിലുള്ള പോസ്റ്റൽ സർവീസിന്റെ ആ ഒരു കുറെ ഡിമെറിറ്റ്സ് ഉണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കാം. അതല്ലെങ്കിൽ ചിലപ്പം അവരുടെ പാർട്ടിക്കുലർ ആ ഒരു പ്രദേശത്തെ പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാരുടെ എന്തെങ്കിലും അവരുടെ ആ ഒരു പെരുമാറ്റ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അല്ലെങ്കിൽ ചിലപ്പോൾ പൊതുവെ ഒരു സർക്കാർ സംവിധാനങ്ങളെ അത്ര മതിപ്പില്ലാത്ത രീതി ഒരു സമീപനമായതുകൊണ്ടാവാം. എന്തുമാവട്ടെ, ഈ ഒരു പ്രത്യേകം പറയാറുണ്ട്, പോസ്റ്റ് ഓഫീസ് വഴി അയക്കരുത്, പ്രൈവറ്റ് കൊറിയർ സർവീസുകളിൽ മാത്രമേ അയക്കാവൂ എന്ന് നമ്മളോട് എടുത്തു പറയാറുണ്ട്. അപ്പോഴെല്ലാം നമ്മൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട്, നമുക്ക് പോസ്റ്റ് ഓഫീസ് വഴി തീർച്ചയായിട്ടും സാധനങ്ങൾ യാതൊരു കേടുപാടും കൂടാതെ നിങ്ങൾക്ക് ലഭിക്കും എന്നവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അയക്കാറുണ്ട്. തീരെ പറ്റുന്നില്ലാത്ത സാഹചര്യത്തിൽ മാത്രമേ മറ്റുള്ള കൊറിയർ സർവീസുകളെ നമ്മൾ ആശ്രയിക്കാറുള്ളൂ. ഈ കഴിഞ്ഞ ദിവസം നമുക്കുണ്ടായ ഒരു അനുഭവം, നമ്മുടെ ഒരു സ്ഥിരം കസ്റ്റമർ TTDC വഴി മാത്രം അയച്ചാൽ മതി പാഴ്സൽ എന്ന് നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞപ്പോഴേക്കും അവർക്ക് അത്യാവശ്യമായിട്ട് കിട്ടണമായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അങ്ങനെ നമ്മൾ DTDC വഴി അയക്കാൻ വേണ്ടിയിട്ട് പോയി. സാധാരണ നമ്മൾ പോസ്റ്റ് ഓഫീസ് ത്രൂ അയക്കുമ്പോഴേക്കും 1 കിലോ ഉള്ള ഒരു പാഴ്സലിന് അതിന്റെ പാക്കിങ് കാര്യങ്ങളെല്ലാം കൂടി ഉൾപ്പെടെ ഒരു 70 രൂപയാണ് വരുന്നത്. ആ ചാർജ് മാത്രമാണ് ഞാൻ കൊറിയറിനായിട്ട് അവരുടെ നിന്ന് വാങ്ങിയത്. ഞാനത് കൊണ്ടുപോയി DTDC ഓഫീസിൽ ചെന്നു. അവിടെ അയക്കാനായിട്ട് ചെന്നപ്പോഴത്തേക്ക് അവരത് വളരെ കൃത്യമായിട്ട് സ്കെയിലൊക്കെ എടുത്ത് അതിന്റെ ഡയമെൻഷൻസ് ഒക്കെ നോക്കി, നീളവും വീതിയും ഹൈറ്റും എല്ലാം നോക്കി, അതിന്റെ വെയിറ്റ് നോക്കി എല്ലാം വെച്ചിട്ട് വെറും 750 ഗ്രാം ഉള്ള ഒരു സംഭവമാണ്. അത്രയേ ഉള്ളൂ. ഒരു ചെറിയ പാഴ്സലിന് 150 രൂപയാണ് എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയത്, തിരുവനന്തപുരം വരെ അയക്കുന്നതിന്. അപ്പോൾ തന്നെ ഞാൻ അവരോട് തർക്കിച്ചിട്ട് പറഞ്ഞു, ഞാൻ പോസ്റ്റ് ഓഫീസ് വഴി ഈ സെയിം സാധനം അയക്കുകയാണെങ്കിൽ എനിക്ക് 70 രൂപ പോലും ആകുന്നില്ല. കാരണം 1 കിലോയുടെ താഴെയുള്ളൊരു സംഭവമാണ്. ഒരു 60 രൂപ മാക്സിമം വന്നാലാകും. ഇത് ഇരട്ടിയും അതിനെക്കാട്ടിലും കൂടുതലുമാണ് നിങ്ങളിപ്പോ വാങ്ങിക്കുന്നത്. ഇത് ന്യായമല്ല എന്ന് ഞാൻ പറഞ്ഞപ്പോഴേക്കും അവരും വീണ്ടും തിരിച്ചു തർക്കിച്ചു. എന്റെ കസ്റ്റമർക്ക് ഈ സാധനം അത്യാവശ്യമായതുകൊണ്ടും എനിക്ക് അയച്ചേ പറ്റുള്ളൂ എന്നുള്ളൊരു സാഹചര്യം ആയതുകൊണ്ട് ഞാനത് അയച്ചു. ഈ 150 രൂപ എന്ന് പറയുന്നത് ഞാൻ അയച്ച പ്രോഡക്റ്റിന്റെ ലാഭം പോലും ആവുന്നില്ല. എനിക്ക് കിട്ടേണ്ട പ്രോഫിറ്റിനെക്കാട്ടിലും കൂടുതൽ ചെലവാക്കേണ്ടി വന്നു എന്നുള്ളതാണ് കാര്യം. ഇതിലെ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് അറിയാമോ? ഈ 150 രൂപ മുടക്കി നമ്മൾ ഈ സാധനം അയക്കുമ്പോഴത്തേക്കും ഡോർ ഡെലിവറി ചെയ്യില്ല എന്നുള്ളതാണ്. മറ്റൊരു അനുഭവം പറയുകയാണെങ്കിൽ, കഴിഞ്ഞ ദിവസം ഞങ്ങൾ കുറച്ച് ബോട്ടിൽസിന്റെ സാമ്പിൾ പാക്ക് കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ. ഒരു ചെറിയ ഒരു 10-15 ബോട്ടിലിന്റെ ഒരു ചെറിയ പാക്കറ്റ് കറുകച്ചാലിൽ നിന്ന് നമ്മൾ ഓർഡർ ചെയ്തു. അത് പീരുമേട് ഡെലിവറി ഓഫീസ് ഉള്ള പ്രൊഫഷണൽ കൊറിയർ വഴിയാണ് നമ്മൾ ചോദിച്ചത്. പീരുമേട്ടിൽ അതിന് ബുക്കിംഗ് ഓഫീസ് ഇല്ല, ഡെലിവറി ഓഫീസ് മാത്രമേ ഉള്ളൂ. നമ്മള് ഇത് കൊറിയർ സർവീസിന് നമ്മളെ വിളിക്കുന്നത് വണ്ടിപ്പെരിയാർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. ഇവിടുന്ന് ഒരു 15 കിലോമീറ്റർ അപ്പുറത്ത്. അപ്പൊ നമ്മൾ പറഞ്ഞു, പീരുമേട്ടിലെ ഡെലിവറി ഓഫീസ് ഉണ്ടല്ലോ, നിങ്ങൾ അവിടേക്ക് ഒന്ന് എത്തിച്ചാൽ ഞങ്ങൾ സാധനം എടുത്തോളാം. ഇല്ല, പറ്റില്ല, നിങ്ങൾ വണ്ടിപ്പെരിയാർ ഓഫീസിൽ തന്നെ വന്നിട്ട് ആ സാധനങ്ങൾ കളക്ട് ചെയ്യണം. ഇനി പീരുമേട്ടിലേക്ക് സർവീസ് ഒരാഴ്ചയ്ക്ക് ശേഷമേ ഉണ്ടാവൂ എന്ന് അറിയിച്ചു. അതും 700 രൂപ പെട്രോൾ മുടക്കി നമ്മൾ അവിടെ പോയി എടുത്തുകൊണ്ട് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. കേരളത്തിൽ ഇന്ന് നിലവിലുള്ള കൊറിയർ സംവിധാനങ്ങളിൽ ഡെലിവറി പാഴ്സൽ സർവീസ് ഒഴിച്ച് മറ്റുള്ള ഒരു പാഴ്സൽ സർവീസിനും ഒരു 75% പോലും ഡോർ ഡെലിവറി സംവിധാനം ഇല്ല. അതാണ് ഏറ്റവും വലിയൊരു ഡിഫക്റ്റ് എന്ന് പറയുന്നത്. മാത്രമല്ല, ഇരട്ടി ചാർജും. ഈ ഒരു അവസ്ഥയിൽ
കേരളത്തിൽ എല്ലായിടത്തും നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പാഴ്സൽ സർവീസ് തുടങ്ങുകയാണെങ്കിൽ, അത് ചെറുതിൽ നിന്ന് തുടങ്ങി, ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് തുടങ്ങി പിന്നീട് പതുക്കെ പതുക്കെ അത് ഡെവലപ്പ് ചെയ്ത് കേരളത്തിൽ എല്ലായിടത്തും എത്തുന്നത് രീതിയിൽ തുടങ്ങുകയാണെങ്കിൽ, അത് ഭീമമായ ചാർജ് ഒന്നും ഈടാക്കാതെ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ഡോർ ഡെലിവറി വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. ഇതിനിടയിൽ ഒരു 2 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു എപ്പെക്സ് എന്ന പേരിൽ ഒരു കൊറിയർ സംവിധാനം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അവരുടെ സംവിധാനം വളരെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തിയ ആളുകളാണ്. ഇവിടെ വന്നിട്ട് പിക്കപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു, ഡെലിവറി ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ നല്ല രീതിയിൽ ആ ഒരു തുടങ്ങിയ സമയത്ത് നല്ല രീതിയിൽ അവർക്ക് ലാഭം കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ കമ്പനിക്ക് ഉള്ളിലുണ്ടായ എന്തൊക്കെയോ രസക്കേടുകൾ കൊണ്ട് അത് പിന്നീട് സ്റ്റോപ്പ് ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കൊറിയർ സർവീസ് എന്നുള്ളൊരു ഈ സംവിധാനം തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യമേ തന്നെ കേരളത്തിൽ മുഴുവൻ ഓഫീസുകളും തുറന്ന കുറെ സ്റ്റാഫുകളെ നിയമിച്ച് അങ്ങനെ ചെയ്യുന്നതിന് പകരം ചെറിയ രീതിയിൽ തുടങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. എപ്പോഴും ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക്, ഇപ്പൊ എറണാകുളത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ തൃശ്ശൂർ വരെ, അങ്ങനെ ആ ഒരു സംവിധാനം മാത്രം ആദ്യം ഒരു എറണാകുളം ടു തൃശ്ശൂർ എന്നുള്ള ഒരു ബോർഡ് മാത്രം വെച്ചുകൊണ്ട് ആദ്യം ഡെലിവറി ചെയ്തു തുടങ്ങുക. ഡോർ ഡെലിവറി മസ്റ്റായിട്ടും ചെയ്യുക. വളരെ കുറഞ്ഞ നിരക്കിൽ, നിങ്ങൾക്ക് എത്രത്തോളം കുറഞ്ഞ നിരക്കിൽ ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതുപോലെ ചെയ്തുകൊണ്ട് പിന്നീട് അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൽ അടുത്ത ജില്ലകളിലേക്ക് വികസിപ്പിച്ച് കൊണ്ടുവന്ന് അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കേരളത്തിൽ എല്ലായിടത്തും എത്തിക്കുക. ആ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാനും പറ്റും, വിജയിപ്പിക്കാനും പറ്റും. വലിയ പാഴ്സൽസ് ഒക്കെ വരുമ്പോഴേക്കും നമുക്ക് ട്രെയിൻ സർവീസിനെ ആശ്രയിക്കാം. മറ്റുള്ള പാഴ്സൽ സർവീസുകളെ അത് ത്രൂ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവരുമായിട്ട് ഡീല് വെച്ചിട്ട് ചെയ്യാം. അങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോഴേക്കും ഇതിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് പഠിച്ച് ഒരു ധാരണയോടുകൂടി സ്റ്റാർട്ട് ചെയ്യുക. നല്ലൊരു പ്ലാനിങ് ഉണ്ടാവുക. സാധ്യതയുണ്ട് എന്നുള്ളത് 100% ഉറപ്പാണ്. നല്ല രീതിയിൽ നമ്മൾ വർക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ നല്ല സർവീസ് ആണ് കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് കസ്റ്റമേഴ്സിനെ കിട്ടും, ഒരുപാട് പേർക്ക് ജോലി നൽകാനും സാധിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ കോവിഡിന് ശേഷം ഓൺലൈൻ ബിസിനസ് എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിൽ ബൂസ്റ്റപ്പ് ചെയ്ത് നിൽക്കുകയാണ്. ഇനി വരുന്ന കാലത്തും അങ്ങനെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഇത്തരത്തിലൊരു സംവിധാനം നമ്മുടെ നാട്ടിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നവർ ഈ ഒരു ബിസിനസ് മേഖലയെ കൂടി ചിന്തിച്ച് മുന്നോട്ടിറങ്ങുന്നത് ഒരു നല്ല കാര്യം തന്നെയാണ്. ഇനി അടുത്ത വീഡിയോയിൽ മറ്റൊരു നല്ല ബിസിനസ് സാധ്യതയുമായി വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു സോ മച്ച്.